ഒമാൻ പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. തൊട്ടടുത്ത ബെൽ ഐക്കൺ ബട്ടൺ ഇനേബിൾ ചെയ്യൂ. ഒമാൻ പ്രവാസി മീഡിയ ഒമാൻ വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് നജില ഷിബിൻ. എല്ലാവർക്കും ഒമാൻ പ്രവാസി മീഡിയയുടെ ഒമാന്റെ ദേശീയ ദിനാശംസകൾ. ഒമാൻ ഇന്ന് 50ാം ദേശീയ ദിനം ആഘോഷിക്കും. ആധുനിക ഒമാന്റെ ശില്പിയായ സുൽത്താൻ കാബൂസ് ബിൻ സഈദിന്റെ ജന്മദിനമാണ് ഒമാൻ ദേശീയ ദിനമായി ആചരിക്കുന്നത്. സുൽത്താൻ കാബൂസിന്റെ വിയോഗവും കോവിഡ് പ്രതിസന്ധിയും ആഘോഷങ്ങൾക്ക് പൊലിമ കുറയ്ക്കും. ദേശീയ ദിനാഘോഷത്തിന്റെ പ്രധാന ആകർഷണമായ സൈനിക പരേഡ് ഈ വർഷം ഉണ്ടാകില്ല. ഒമാൻ 50ാം ദേശീയ ദിനത്തിന്റെ ഭാഗമായി സെൻട്രൽ ബാങ്ക് 2 വെള്ളി നാണയങ്ങൾ പുറത്തിറക്കി. സുൽത്താൻ കാബൂസ് ബിൻ സഈദിന് നന്ദി സൂചകമായും സുൽത്താൻ ഹൈത്തം ബിൻ താരീഖിന്റെ നേതൃത്വത്തിൽ തുടരുന്ന നവോത്ഥാനത്തിന്റെ പ്രതീകമായാണ് നാണയങ്ങൾ പുറത്തിറക്കിയത്. 1 റിയാൽ മൂല്യമുള്ളതാണ് ഇരു നാണയങ്ങളും. 25 റിയാൽ വരും ഒരു നാണയത്തിന്റെ വില. മത്രയിലെ പാർക്കിംഗ് മീറ്ററുകൾ നീക്കം ചെയ്തു. ഇലക്ട്രോണിക് പേയ്മെന്റ് രീതി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നീക്കം ചെയ്യുന്നത്. പകരം SMS വഴിയോ നഗരസഭ ആപ്പ് വഴിയോ പണം അടയ്ക്കാം. വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ചില ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ തകരാറിനെ കുറിച്ച് പ്രചരിച്ച വാർത്തകൾ മന്ത്രാലയം നിഷേധിച്ചു. ഔദ്യോഗിക കേന്ദ്രങ്ങളിൽ നിന്നുള്ള വാർത്തകൾ മാത്രം മുഖവിലക്കെടുക്കാനും മന്ത്രാലയം നിർദ്ദേശിച്ചു. GCC ആരോഗ്യ അണ്ടർ സെക്രട്ടറിമാർ പ്രതിരോധ നടപടികളെക്കുറിച്ചും COVID-19 PCR ടെസ്റ്റ് സ്വീകരിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. GCC രാഷ്ട്രങ്ങളിലെ കര, വ്യോമ, സമുദ്ര അതിർത്തികളിൽ ഏകീകൃത കോവിഡ് പരിശോധനയും പ്രതിരോധ നടപടികളും പരിശോധനാ സർട്ടിഫിക്കറ്റ് ഏകീകരണവും യോഗം ചർച്ച ചെയ്തു. GCC ആരോഗ്യ മന്ത്രിമാരുടെ പാനലിന് അംഗീകാരത്തിനായി സമർപ്പിച്ചു. ബൗഷറിൽ ഒരു വൈദ്യുത കേന്ദ്രത്തിനു തീപിടിച്ചു. അഗ്നിശമന സേനയെത്തി തീ അണച്ചു. ആർക്കും പരിക്കുകൾ ഇല്ല. ഒമാന്റെ 50ാം ദേശീയ ദിനം ആഘോഷത്തിൽ പ്രത്യേക ഓഫറുകളുമായി ഖത്തർ എയർവൈസ്. 2020 നവംബർ 10നും 19നും ഇടയിൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്കായി പ്രത്യേക ഓഫറുകളുമായി ഖത്തർ എയർവൈസ്. നവംബർ 18ന് ഒമാന്റെ 50ാം ദേശീയ ദിനം ആഘോഷിക്കും. പ്രത്യേക നിരക്കുകളുമായി ഖത്തർ എയർവൈസ് ഒമാനി യാത്രക്കാരെ ക്ഷണിക്കുന്നു. മറ്റേതൊരു എയർലൈനിനേക്കാളും കൂടുതൽ ആഗോള കണക്ടിവിറ്റി നൽകിക്കൊണ്ട് ഖത്തർ എയർവൈസ് നിലവിൽ 100-ലധികം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് 700-ലധികം പ്രതിവാര വിമാനങ്ങൾ സർവീസ് നടത്തുന്നു. ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ലണ്ടൻ, ന്യൂയോർക്ക്, ഹ്യൂസ്റ്റൺ, മോൺട്രിയൽ എന്നിവയുൾപ്പെടെ എയർലൈൻ്റെ വിപുലീകരിക്കുന്ന ശൃംഖലയിൽ ഉടനീളമുള്ള നിരവധി പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് മസ്കറ്റിൽ നിന്ന് യാത്ര ചെയ്യുന്നവർ ഇപ്പോൾ മെച്ചപ്പെട്ട കണക്ടിവിറ്റി ആസ്വദിക്കാം. പ്രത്യേക ഒമാൻ ദേശീയ ദിന നിരക്കിനു പുറമെ ഖത്തർ എയർവൈസ് അതിന്റെ സൗകര്യപ്രദമായ ബുക്കിംഗ് നയം 2020 ഡിസംബർ 31 മുൻപ് നൽകുന്ന എല്ലാ ടിക്കറ്റുകൾക്കും ലഭ്യമാണ്. യാത്രക്കാർക്ക് 2 വർഷത്തേക്ക് ടിക്കറ്റ് കൈവശം വയ്ക്കാം. പരിധിയില്ലാത്ത തീയതി മാറ്റങ്ങളിൽ നിന്ന് പ്രയോജനം നേടാം. അല്ലെങ്കിൽ ടിക്കറ്റ് കൈമാറ്റം ചെയ്യാം. 10% അധിക മൂല്യമുള്ള യാത്രാ വൗച്ചറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് qatarways.com സന്ദർശിക്കുക. മയക്കുമരുന്നും സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളും കൈവശം വെച്ചതിനും കടത്തിയതിനും ഒരു പ്രവാസിക്ക് ജീവപര്യന്തം തടവ്. പ്രതികളെ ജയിലിലടയ്ക്കണമെന്നും പിടിച്ചെടുത്ത എല്ലാ വസ്തുക്കളും കണ്ടുകെട്ടണമെന്നും ശിക്ഷ അനുഭവിച്ച ശേഷം നാടുകടത്തണമെന്നും കോടതി വിധിച്ചു. 50ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് സഹായവുമായി ദാറൽ അത്ത സദക്ക ജാരിയ എന്ന പദ്ധതിയിലൂടെ ഒരു കുടുംബത്തിന് 20 റിയാൽ സഹായം നൽകും. നടന്നുകൊണ്ടിരിക്കുന്നതും സമൂഹത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്നതുമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് സദക്ക ജാരിയ. താൽപ്പര്യമുള്ളവർ donate.om പോർട്ടൽ സന്ദർശിച്ച് സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രോഗ്രാമും തിരഞ്ഞെടുക്കുക. പേയ്മെന്റ് പൂർത്തിയാകുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ആശംസകൾക്കായി നീക്കിവച്ചിരിക്കുന്ന നമ്പറിലേക്ക് അയക്കണം. നമ്പർ 98095652. തുടർന്ന് അവർക്ക് ഗ്രീറ്റിംഗ് കാർഡ് ലഭിക്കും. ബാങ്ക് മസ്കറ്റ് അക്കൗണ്ട് നമ്പറിൽ സംഭാവന നൽകാം. അക്കൗണ്ട് നമ്പർ 031500396668500024.
രസീതിന്റെ പകർപ്പ് മുകളിലുള്ള മൊബൈൽ നമ്പറിലേക്ക് അയയ്ക്കുക. തവാനി ആപ്ലിക്കേഷൻ സംഭാവന കോഡ് 56374 വഴിയും പണമടയ്ക്കാം. ഗ്രീറ്റിംഗ് കാർഡ് സ്വീകരിക്കുന്നതിന് സ്ക്രീൻഷോട്ടിന്റെ പകർപ്പ് പിന്നീട് അതേ നമ്പറിലേക്ക് അയയ്ക്കുക. അമ്പതാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് സുൽത്താനേറ്റിലെ നിരവധി ജയിൽ തടവുകാർക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രത്യേക മാപ്പ് നൽകി. വിവിധ കേസുകളിൽ ശിക്ഷ അനുഭവിക്കുന്ന ജയിൽ തടവുകാർക്ക് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പ്രത്യേക മാപ്പ് നൽകുന്നു. 150 വിദേശ പൗരന്മാർ ഉൾപ്പെടെ 390ഓളം തടവുകാർക്കാണ് മോചനം. നവംബർ 18 ഒമാൻ 50-ാം ദേശീയ ദിനം ആഘോഷത്തിന്റെ ഭാഗമായി നടക്കുന്ന വെടിക്കെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാൽ കാണാൻ കഴിയും. ദേശീയ ദിനാഘോഷങ്ങൾക്കായുള്ള ജനറൽ സെക്രട്ടേറിയറ്റ് COVID-19 കൈകാര്യം ചെയ്യുന്ന സുപ്രീം കമ്മിറ്റിയുടെ ഏകോപനത്തോടെ ഈ സ്ഥലങ്ങളിൽ നടക്കുന്ന വെടിക്കെട്ട് അവരുടെ കാറുകൾക്കുള്ളിൽ തന്നെ ഇരുന്ന് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീക്ഷിക്കാം. നവംബർ 18 ബുധനാഴ്ച രാത്രി 8 മണിക്ക് തുടങ്ങി 30 മിനിറ്റ് നേരമാണ് വെടിക്കെട്ട് നടക്കുക. ഇനി പറയുന്ന സ്ഥലങ്ങളിൽ നിന്നും വെടിക്കെട്ട് കാണാൻ കഴിയും. അൽ അമറാത്ത്, അൽ സീബ്, സലാല മുനിസിപ്പാലിറ്റിയുടെ വിനോദ കേന്ദ്രത്തിലും നവംബർ 21 ശനിയാഴ്ച രാത്രി 8 മണിക്ക് കസബ്, ബുറൈമി എന്നിവിടങ്ങളിലും വെടിക്കെട്ട് ഉണ്ടാകും. അൻപത് വർഷങ്ങൾക്കിടെ ആരോഗ്യമേഖലയിൽ വലിയ മുന്നേറ്റം. സുൽത്താനേറ്റിന്റെ ആരോഗ്യമേഖലയിൽ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയ മുന്നേറ്റം സാധ്യമായെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സഈദി. 1970-ൽ 13 ഡോക്ടർമാർ മാത്രമാണ് രാജ്യത്ത് ഉണ്ടായിരുന്നത്. രാജ്യം 50-ാം ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ 10,000-ഓളം ഡോക്ടർമാരാണ് സുൽത്താനേറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്യുന്നത്. 1400ഓളം ഡെന്റിസ്റ്റുകളും 20,000-ൽ അധികം നഴ്സുമാരും ആരോഗ്യമേഖലയിൽ സേവനം നൽകി വരുന്നുണ്ട്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലും ആരോഗ്യ പ്രവർത്തകരുടെ കൂട്ടായ പരിശ്രമങ്ങൾ വിജയം കാണുന്നതായും ഡോക്ടർ അഹമ്മദ് അൽ സഈദി പറഞ്ഞു. അടുത്തതായി ഒമാൻ പ്രവാസി മീഡിയ ജോബ് ന്യൂസിലേക്ക്. ഒമാൻ ഫാമിലി വിസിറ്റ് വിസ അവൈലബിൾ. ഡ്യൂറേഷൻ 3 months. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 2647247244 അല്ലെങ്കിൽ 95470661. ഇമെയിൽ tkt@flycloudcross.com അല്ലെങ്കിൽ marketing@flycloudcross.com. സലാലയിലുള്ള ഒരു വർക്ക്ഷോപ്പിലേക്ക് കാർപെയിന്റർ, ഡെന്റർ എന്നീ വർക്ക് അറിയുന്ന ജോലിക്കാരെ ആവശ്യമുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 009968992700603. ഒമാൻ കുറിയാത്തിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന കോഫി ഷോപ്പിലേക്ക് സാൻഡ്വിച്ച് മേക്കറെ ആവശ്യമുണ്ട്. കോൺടാക്ട് നമ്പർ 0096895254146.